ഡയലോഗ് കംപ്ലീഷൻ ക്വസ്റ്റ്യനിൽ 1 മാർക്കിന് ചോദിക്കാൻ പോകുന്ന മറ്റൊരു ഗ്രാമർ ടോപ്പിക് ആയിരിക്കും ഇഫ് ക്ലോസ്. ഇഫ് ക്ലോസിൽ നമുക്ക് 3 ടൈപ്പാണ് സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത്. പക്ഷേ നിങ്ങളോട് ഏറ്റവും കൂടുതൽ ചാൻസ് ഈ ടൈപ്പ് നമ്പർ 1ഉം ടൈപ്പ് നമ്പർ 2ഉം ചോദിക്കാനേ ഉള്ളൂ. ടൈപ്പ് നമ്പർ 3 കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, അതുകൊണ്ട് അത് ചോദിക്കാൻ ചാൻസ് കുറവാണ്. പക്ഷേ എന്നാലും നമുക്ക് പഠിച്ചു വെക്കണം. ടൈപ്പ് നമ്പർ 1 എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇഫ് ഐ വെയർ എ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് ആൻഡ് ഹോട്ടൽ കമ്പൈൻഡ് ഐ മൈറ്റ് ഹെൽപ്പ് യു എന്നിവിടെ പറയുന്നു. അപ്പോൾ ഈ ഇഫ് ക്ലോസിന്റെ സെന്റൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും ഒരു കണ്ടീഷൻ വെച്ച് പറയുന്നതിനാണ് നമ്മൾ ഇഫ് ക്ലോസസ് എന്ന് വിളിക്കാം. നീ നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് എക്സാമിന് നല്ല മാർക്ക് കിട്ടും. നീ ഇപ്പോൾ ലൈവ് മര്യാദയ്ക്ക് ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് എക്സാമിന് ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ നീ നല്ല കുട്ടിയായിരുന്നാൽ ഞാൻ നിനക്കൊരു ചോക്ലേറ്റ് വാങ്ങിത്തരാം. അല്ലെങ്കിൽ നീ പുറത്തു പോയിട്ട് നീ നേരം വൈകി വീട്ടിലേക്ക് കയറി വന്നാൽ ഞാൻ നല്ല തല്ലും എന്നൊക്കെ എപ്പോഴും ഒരു കണ്ടീഷൻ വെച്ച് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇഫ് ക്ലോസസ് എന്ന് വിളിക്കുക. അതായത് എപ്പോഴും അവിടെ ഒരു കണ്ടീഷൻ ഉണ്ടാവും. ഇഫ് എന്ന് വെച്ചിട്ടായിരിക്കും ആ ഒരു സെന്റൻസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് പിന്നെ നമുക്കതിൽ ഒരു കോമയും കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ ഒരു കോമ നിങ്ങൾ കണ്ടില്ലേ? നമ്മുടെ റൂള് വളരെ സിമ്പിളാണ്. അതായത് ഈ ഇഫ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസിൽ നിങ്ങൾ വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കോമ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? വില്ല്, ക്യാന്, ഷോള്, മേ, ഈ 4 ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബ് ആണ് കൊടുക്കേണ്ടത്. അതിനുശേഷം വരുന്ന വെർബ് ആ വെർബിന്റെ ഫസ്റ്റ് ഫോമിൽ തന്നെ കൊടുക്കണം. ഇനി ടൈപ്പ് നമ്പർ 2 എന്ന് വെച്ചാൽ ഇഫ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നിങ്ങളുടെ സെന്റൻസിൽ വെർബിന്റെ സെക്കൻഡ് ഫോം ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മൾ വുഡ് എന്ന്, കുഡ് എന്ന്, മൈറ്റ് എന്നോ ഷുഡ് എന്നോ അതിൻ്റെ കൂടെ ഷുഡ് എന്നോ ആയിരിക്കണം നമ്മൾ കോമ കഴിഞ്ഞതിന് ശേഷം ഫില്ല് ചെയ്തേണ്ടത്. അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ട വെർബ് അതിൻ്റെ ഫസ്റ്റ് ഫോമിൽ തന്നെ ആയിരിക്കണം. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് നോക്കിയേ, ഫാർമസിസ്റ്റ് ഇവിടെ പറയാണ് ഇഫ് ഐ വെയർ എ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് ആൻഡ് ഹോട്ടൽ കമ്പൈൻഡ് ഐ മൈറ്റ് ഹെൽപ്പ് യു എന്ന് ഇവിടെ പറയുന്നു. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇഫ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയത് വേറെന്നാണ്. വെർബോ ഓക്സിലറി വെർബോ വേറെന്നാണ് കിട്ടിയിരിക്കുന്നത്. വേറെന്ന് പറയുന്നത് വെർബിന്റെ സെക്കൻഡ് ഫോം ആണ്. വെർബിന്റെ സെക്കൻഡ് ഫോം ആണ്. ഇവിടെ ആർ എന്ന് പറയുന്നതാണ് വെർബിന്റെ ഫസ്റ്റ് ഫോം. അപ്പോൾ ഇവിടെ V2 ആണ് നമുക്ക് കിട്ടിയത് എന്ന് വെച്ചാലല്ലേ അത് നമ്മുടെ ടൈപ്പ് നമ്പർ 2 ആണ്. അങ്ങനെയാണെങ്കിൽ കോമ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വുഡ് എന്നോ, കുഡ് എന്നോ, മൈറ്റ് എന്നോ, ഷുഡ് എന്നോ ആണ് യൂസ് ചെയ്യേണ്ടത്. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഇവിടെ ഞാൻ ഐ മൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഐ മൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം യൂസ് ചെയ്ത വെർബാണെങ്കിലോ അത് വെർബിന്റെ ഫസ്റ്റ് ഫോമിൽ തന്നെയാണ്, V1 തന്നെയാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ കുറച്ചുകൂടെ എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാനിവിടെ പറയാണ് ഇഫ് യു ആസ്ക് ഫോർ എ കോഫി. നീ ഒരു കോഫി ചോദിച്ചാൽ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കോമ ഇട്ട് കൊടുത്തു. ഒരു കണ്ടീഷനല്ലേ, നീ ഒരു കോഫി ചോദിച്ചാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇഫ് കഴിഞ്ഞിട്ട് ഏത് വെർബാണ് കിട്ടിയിരിക്കുന്നത്? വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് കിട്ടിയിരിക്കുന്നത്. ആസ്ക് എന്ന് പറഞ്ഞാൽ അത് വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റൂള് വളരെ സിമ്പിളാണ്. നമ്മൾ കൊടുക്കേണ്ടത് വില്ലെന്നോ, ക്യാനെന്നോ, മേ എന്നോ, ഷോൾ എന്നോ പ്ലസ് അതിൻ്റെ കൂടെ വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് കൊടുക്കേണ്ടത്. നമുക്ക് എങ്ങനെ ഇതിന് ഫില്ല് ചെയ്യാം? നീ ഒരു കോഫി ചോദിച്ചാൽ നിനക്കത് കിട്ടും എന്നാണ് നമ്മൾ പറയേണ്ടത്. ഇഫ് യു ആസ്ക് ഫോർ എ കോഫി യു വില്ലെന്ന് കൊടുക്കാം, യു വിൽ ഗെറ്റ് ഇറ്റ് എന്ന് പറഞ്ഞുകൂടെ നമുക്ക്, യു വിൽ ഗെറ്റ് ഇറ്റ്. കേട്ടോ, ഞാനിവിടെ വില്ലാണ് യൂസ് ചെയ്തത്. അതുപോലെ ഗെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. അപ്പോൾ റൂൾ നമ്മളവിടെ അപ്ലൈ ചെയ്തു. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇഫ് യു ആസ്ക്ഡ് എന്നായിരുന്നെങ്കിലോ, ഇഫ് യു ആസ്ക്ഡ് ഫോർ എ കോഫി എന്നായിരുന്നെങ്കിലോ, ഇഫ് യു ആസ്ക്ഡ് ഫോർ എ കോഫി എന്നായിരുന്നെങ്കിലോ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ നമ്മൾ വെർബായിട്ട് കിട്ടിയിരിക്കുന്നത് ഇഫ് കഴിഞ്ഞിട്ട് നമുക്ക് വെർബായിട്ട് കിട്ടിയിരിക്കുന്നത് വെർബിന്റെ സെക്കൻഡ് ഫോമാ. നേരത്തെ ആസ്ക് എന്നാണ് പറയുന്നത്, ഇപ്പൊ ആസ്ക്ഡ് എന്നാണ് പറയുന്നത്. വെർബിന്റെ സെക്കൻഡ് ഫോമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റൂള് പ്രകാരമല്ലേ നമ്മൾ കോമ കഴിഞ്ഞ ശേഷം കൊടുക്കേണ്ട ഓക്സിലറി വെർബ് വുഡ്, കുഡ്, ഷുഡ് അല്ലെങ്കിൽ മൈറ്റ്. പക്ഷെ അതിന് ശേഷം നമ്മൾ V1 തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മളിവിടെ എങ്ങനെയാ ഫില്ല് ചെയ്യുക? യു നേരത്തെ വില്ലാണ് യൂസ് ചെയ്തത്, പക്ഷെ ഇവിടെ നമ്മൾ വുഡ് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. യു വുഡ് ഗെറ്റ് ഇറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. യു വുഡ് ഗെറ്റ് ഇറ്റ് എന്നാണ് നമ്മൾ പറയേണ്ടത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഇഫ് ക്ലോസസിന്റെ ഭാഗം ഫില്ല് ചെയ്തെടുക്കേണ്ടത്. നിങ്ങൾക്ക് മൂന്നാമത്തെ ടൈപ്പ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാലും ഞാൻ പറഞ്ഞുതരാം. ടൈപ്പ് നമ്പർ 3 എന്ന് വെച്ചാൽ ഇഫിന്റെ കൂടെ ഹാഡ് പ്ലസ് V3 എന്ന് വന്നു കഴിഞ്ഞാലല്ലേ നമ്മൾ കോമ കഴിഞ്ഞ ശേഷം വുഡ് ഹാവ്, കുഡ് ഹാവ്, മൈറ്റ് ഹാവ് അല്ലെങ്കിൽ ഷുഡ് ഹാവ് പ്ലസ് V3 ആണ് പറയേണ്ടത്. V3 വെർബിന്റെ തേർഡ് ഫോമാറ്റിലാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇഫ് ക്ലോസസ്.